ഓം ശാന്തി. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തിയ എല്ലാ മഹത് വ്യക്തികളെ നമ്മൾ പരിശോധിച്ചാലും അവരുടെ ജീവിതത്തിൽ കുറേ അടുക്കും ചുറ്റയോടും കൂടിയ അഥവാ ഡിസിപ്ലിൻഡായ ഒരു ലൈഫ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ദിനചര്യ എങ്ങനെയായിരിക്കണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, എപ്പോൾ വായിക്കണം, എപ്പോൾ എക്സസൈസ് ചെയ്യണം, എപ്പോൾ സ്റ്റഡി ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാക്കുകയും ആ ദിനചര്യക്കൊത്ത് ജീവിക്കുകയും എന്നുള്ളത് എല്ലാ മഹത് വ്യക്തികളുടെ ജീവിതചരിത്രം പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളും തോന്നുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ അവർ ജീവിതത്തിൻ്റെ ഉയരങ്ങളെ കീഴടക്കും. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ചെറിയ ചെറിയ ആലസ്യം നമുക്ക് തരുന്ന സുഖമായി തോന്നും. ചിലപ്പോൾ നമ്മൾ ഒഴിവൊഴിവുകളായി പറയും, ചിലപ്പോൾ നമ്മുടെ മാനക്കേട് മൂലമാവാം, അല്ലെങ്കിൽ നമ്മുടെ ലജ്ജ മൂലമാകാം. പലതും നമ്മൾ നമ്മുടെ സ്വഭാവമാക്കി വെച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ താഴേക്ക് വലിച്ചിടും. അങ്ങനെയുള്ള നമ്മളെ താഴേക്ക് തട്ടിയിടുന്ന ചെറിയ ചില സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കിയാൽ നമ്മൾ ഉയരങ്ങളിലേക്ക് അറിയാതെ തന്നെ പറന്നെത്തിച്ചേരും. അങ്ങനെ ഇല്ലാതാക്കേണ്ട 5 സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒന്നാമത്തത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളെ തടയുന്ന ആ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, മറ്റുള്ളവർ എന്ത് പറയും. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത് എല്ലാവർക്കും വലിയൊരു പ്രോബ്ലമാണ്. പറയണം എന്ന ആഗ്രഹം ഉണ്ടാവും, ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞാൽ അവരെന്താ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്താ പറയുക, നമുക്ക് മാനക്കേടല്ലേ, മറ്റുള്ളവർ വല്ലതും പറയില്ലേ, ഇങ്ങനെയുള്ള വിചാരങ്ങൾ കാരണം തന്നെ ഒരിക്കലും ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. മറ്റുള്ളവരെന്തോ പറയട്ടെ, നമ്മൾക്കെന്ത് സാധിക്കുമോ അത് നമ്മൾ ഏറ്റവും നന്നായി ചെയ്ത് കഴിയുകയാണെങ്കിൽ അതൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് വരാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ടായെന്ന് വരാം, ചിലവർ സ്വീകരിച്ചെന്ന് വരാം, മറ്റു ചിലവർ നിങ്ങളെ കളിയാക്കിയെന്ന് വരാം. എന്താണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വലിയ സ്റ്റേജിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ ആ പോണ സമയത്ത് ആരംഭത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടായെന്ന് വരാം. പക്ഷേ ആ അബദ്ധങ്ങളെ മറ്റുള്ളവർ പറയുന്നത് ചെവി കൊള്ളാതെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ചെയ്ത് മുന്നേറുകയാണെങ്കിൽ നാളെ ഒരു ദിവസം വരുമ്പോൾ ഇന്ന് നമ്മളെ കുറ്റം പറഞ്ഞ, കളിയാക്കിയ, പരിഹസിച്ച എല്ലാവരും നാളെ നിങ്ങൾക്ക് അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകളുമായി എത്തിച്ചേരും. പക്ഷേ ആ ഒരു ഉയരങ്ങളിൽ എത്തുന്ന സമയം വരെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതിന് വില കൊടുക്കരുത്. നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രമേ നിങ്ങൾ വില കൊടുക്കാവൂ. നിങ്ങൾക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ സ്വയം അഭിനന്ദിക്കൂ. മറ്റുള്ളവർ അഭിനന്ദിച്ചാലും അഭിനന്ദിച്ചില്ലെങ്കിലും അങ്ങനെ അവനവൻ ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കുന്നതിലൂടെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിന് വില കൊടുക്കാതിരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മാർഗത്തിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. രണ്ടാമത്, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന വലിയൊരു സ്വഭാവമാണ് എന്നെക്കൊണ്ടാവില്ല, എനിക്കത് സാധിക്കില്ല. ചിലവർ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ഒഴിവ് കാരണമാവും. കാരണം അത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. ചിലവർ വിചാരിക്കും അതിനുള്ള എബിലിറ്റി എനിക്ക് പോരാ എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണെങ്കിലും ആവില്ല എന്നുള്ള ഒരു വാക്ക്, സാധിക്കില്ല പറയുന്നൊരു സ്വഭാവം, അത് നമ്മൾ ഇല്ലാതാക്കണം. എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ നന്നായി ചെയ്യാനും അതിനെ കൂടുതൽ ബെസ്റ്റാക്കാനുള്ള എല്ലാ അവസരങ്ങളും, സാഹചര്യങ്ങളും, സാധനയ്ക്കുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരും. കാരണം ഈ പ്രപഞ്ചത്തിലെ വലിയൊരു സത്യമാണത്. ഏതൊരു കാര്യം എനിക്കാവില്ല എന്ന് നിങ്ങൾ പറയുന്നോ അതോടുകൂടി നമ്മുടെ ചിത്തം അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് അത് ആവില്ല എന്നുള്ള കാര്യത്തിനെ അത് അങ്ങനെ തന്നെ ആക്കി തീർക്കത്തക്ക വിധത്തിൽ സാഹചര്യങ്ങളുണ്ടാക്കും. അതിനുള്ള സിറ്റുവേഷൻസേ നമ്മളിൽ വരുള്ളൂ. അതുകൊണ്ട് എന്തൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയാലും ആ അവസരത്തിനെ മാക്സിമം നിങ്ങളത് പ്രവർത്തിക്കുക. ആവില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്കാവുന്ന പോലെ അത് ചെയ്യുക. അങ്ങനെ എത്ര കൂടുതൽ നിങ്ങൾ ചെയ്യുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെല്ലാം പുറത്തേക്ക് വരികയും അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ഒഴിവാക്കേണ്ട വലിയൊരു വാക്കാണ് എന്നെക്കൊണ്ടാവില്ല, എനിക്കത് സാധിക്കില്ല. അതൊരിക്കലും പറയരുത്. നമുക്കാവുന്നത് എങ്ങനെയോ അങ്ങനെ നിങ്ങൾ ചെയ്യൂ. അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നന്നായി ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അഥവാ പൊതുവെ പറയുന്ന ഒരു നമ്മുടെ സ്വഭാവമാണ്, എൻ്റെ ഭാഗ്യത്തിൽ ഇതൊന്നുമില്ല. ഈ ഭാഗ്യത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക, ഇത് വലിയൊരു നഷ്ടമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത കർമ്മങ്ങളുടെ റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഗ്യം നമ്മുടെ കർമ്മത്തിലൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഭാഗ്യം മൂലം നമ്മൾ കർമ്മം ചെയ്യല്ല ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഭാഗ്യത്തിന് നമ്മൾ എന്താ പറയുക? ലക്ക് എന്നാണ് പറയുക. അതേസമയം ആറ്റിറ്റ്യൂഡ് അഥവാ കാര്യങ്ങളോടുള്ള സമീപനം, ഈ ഇംഗ്ലീഷ് വാക്കുകളിൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ A to Z വരെയുള്ള എല്ലാ ആൽഫബറ്റിനും നമ്മൾ 1, 2, 3, 4 അങ്ങനെ 26 വരെ അതിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള അതിൻ്റെ എല്ലാ വാക്കുകളുടെയും മൂല്യം ചേർത്താൽ 100 കിട്ടുക. അതേസമയം ലക്ക് എന്നുള്ളതിന് 47 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യത്തോട് നമുക്ക് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് എന്താണോ അതിൻ്റെ ആധാരത്തിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിലുണ്ടെങ്കിൽ ചെയ്യല്ല, ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ അത് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം എത്തിച്ചേരും. ഭഗവാൻ നമുക്ക് ഈ ഭൂമിയിൽ വന്ന സമയത്ത് ഇത്രയും സുന്ദരമായ ആരോഗ്യമുള്ള ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന ഒരു ശരീരം തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. മനസ്സിലാക്കാനും പഠിക്കാനുള്ള നല്ലൊരു ബുദ്ധിയുണ്ട്. ഇത് രണ്ടും വലിയ അസറ്റാണ്. ഈ അസറ്റ് ഭഗവാൻ തന്നതിനെ ഇത് ക്യാപിറ്റലായി മൂലധനമായി ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് കാര്യം തന്നിരിക്കുന്നോ അതിനു വേണ്ടി നിങ്ങൾ 100% അധ്വാനിക്കുകയാണെങ്കിൽ ഭാഗ്യദേവത നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഭാഗ്യം നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യവും എനിക്ക് എൻ്റെ ഭാഗ്യത്തിലില്ല, ഭാഗ്യത്തിലുള്ളവർക്കല്ലേ സാധിക്കുള്ളൂ എന്ന് പറയാതെ നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നത്. ഇന്ന് ഭാഗ്യം നിങ്ങൾ കർമ്മത്തിലൂടെ മുന്നേറിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഭാഗ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളായി മാറും. അതുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ നിന്നും പിന്മാറരുത്. ഭാഗ്യത്തിലില്ല എന്ന് പറയുന്ന ആ സ്വഭാവത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. പിന്നെ മറ്റു ചിലർ പറയുകയെന്ന് വെച്ചാൽ എനിക്കൊരു മൂഡില്ല എന്നാണ് പറയുക. എന്താ നീ ചെയ്യാൻ വരാത്തേ? എനിക്കതൊരു മൂഡില്ല. അത് നാലാമത്തെ നമ്മളെല്ലാവരും ഒഴിവാക്കണം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ കാണുന്നൊരു ശീലമാണ് മൂഡില്ല. നമ്മുടെ പൂർവികരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശി പോലും അനാരോഗ്യം അവരെ ഉപദ്രവിക്കുമ്പോൾ പോലും അവരെത്ര ഉത്സാഹഭരിതരായിട്ടാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യുന്നത്. പക്ഷേ യൗവനത്തിലെത്തി നിൽക്കുകയും അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന പല നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികളും പറയാറുണ്ട് എനിക്കൊന്നും ചെയ്യാനൊരു മൂഡില്ല. ഒരിക്കലും നമ്മളത് പറയരുത്. ഭഗവാൻ പറയുക, എന്ത് ചെയ്യണോ നിങ്ങൾ ഉത്സാഹത്തോടു കൂടി പുറപ്പെടൂ, നിങ്ങൾക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വരും എന്നാണ്. ഒരു കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് 1000 കാരണങ്ങളുണ്ട്, ചെയ്യാതിരിക്കണമെങ്കിലും നമുക്ക് 1000 കാരണങ്ങളുണ്ട്. അതുകൊണ്ട് മൂടില്ല എന്നുള്ളതിനെ നമ്മൾ ഇല്ലാതാക്കണം. നമ്മുടെയാണ് മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളെ നമ്മൾ ശ്രേഷ്ഠമാക്കുന്നതിലൂടെ നമുക്ക് മൂടുണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് നമ്മൾ അധികാരത്തോടെ പറയുന്ന ആ മനസ്സിനെ ശ്രേഷ്ഠ വിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ചെയ്യണം എന്നൊരു വിചാരം നിങ്ങൾ സ്ട്രോങ്ങായി വെച്ച് കഴിഞ്ഞാൽ എത്ര മൂഡില്ലെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാനുള്ള ഊർജ്ജം നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് മൂഡില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ആ ഒരു സ്വഭാവത്തിനെ, അങ്ങനെ പറയുന്ന ഒരു സ്വഭാവത്തിനെ നമ്മൾ ഇല്ലാതാക്കണം. മറിച്ച് നമ്മുടെ മനസ്സാണ് ശ്രേഷ്ഠ സങ്കല്പങ്ങൾ നിറച്ച് മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യൂ. തനിയെ ഉത്സാഹം ചാർജായിക്കോളും. ഇനി ഏറ്റവും വലിയ നമുക്ക് തടസ്സമുണ്ടാക്കുന്നൊരു സ്വഭാവമാണ് നാളെ ചെയ്യാം എന്ന് പറയുന്ന സ്വഭാവം. നമ്മൾ ചെയ്യില്ല എന്ന് പറയില്ല, നമ്മൾ പറയുക നാളെ ചെയ്യാം, ഇന്ന് ചെയ്യുന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ചെയ്യാത്ത? സമയമുണ്ട്, സാഹചര്യമുണ്ട്, കഴിവുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. നാളെ ചെയ്യാം, മുഹൂർത്തം നോക്കിയിരിക്കുക എന്ന് പറയും. അങ്ങനെ നല്ലൊരു മുഹൂർത്തം നോക്കി കാര്യങ്ങളെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ആ കാര്യം ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കാര്യം ഇപ്പം ചെയ്യൂ. ഇന്ന് ചെയ്യേണ്ട കാര്യം അത് ഇപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഊർജ്ജം നിറയുന്നത്. ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ചാർജ് നിറയുകയും നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ലഹരി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ 5 സ്വഭാവങ്ങൾ, അതായത് മറ്റുള്ളവർ എന്തു പറയും അത് വലിയൊരു രോഗമാണ്, ആ സ്വഭാവത്തെ നമ്മൾ ഇല്ലാതാക്കണം.
രണ്ടാമത്, എനിക്ക് സാധിക്കില്ല, പറ്റില്ല എന്ന് പറയുന്ന സ്വഭാവം നമ്മൾ ഇല്ലാതാക്കണം. എൻ്റെ ഭാഗ്യത്തിലില്ല എന്ന് പറയുന്ന സ്വഭാവം അല്ല, ഭാഗ്യ നിർമ്മാതാക്കൾ നമ്മളാണ്. ചെയ്യുന്നതിലൂടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുന്നതിലൂടെ നമുക്ക് എല്ലാ ഭാഗ്യവും നേടാൻ സാധിക്കും. മൂടില്ല എന്ന് മാറ്റി നമ്മുടെയാണ് മനസ്സ്. അതുകൊണ്ട് ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ട് മനസ്സിനെ ശക്തമാക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ ഞാൻ ചെയ്യും എന്നുള്ളൊരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ ഉയരണം. മുഹൂർത്തം കാത്തു നിൽക്കാതെ നാളെ 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 എന്ന് പറയാതെ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ചെയ്യുന്നൊരു സ്വഭാവം കൊണ്ടുവരണം. ഈ 5 സ്വഭാവത്തെ മാറ്റി ഈ ശ്രേഷ്ഠമായ സ്വഭാവം നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം അടിക്കടി ഉയർച്ചയിലേക്ക് മാത്രമായിരിക്കും. നിങ്ങൾക്കും കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന ഈ കൊച്ചു കൊച്ചു നമ്മുടെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ